എല്ലാവർക്കും നമസ്കാരം. വേൾഡ് ഹൗസിൻ്റെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് ഡബിൾ സ്റ്റോറി ബഡ്ജറ്റായിട്ട് 3 BHK വീട് വാങ്ങാൻ നോക്കുന്നവർക്കാണെങ്കിൽ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു വീടാണ് എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വീട്. ഈ വീട് വരുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് തിരുമല പൊറ്റയിലാണ്. പൊറ്റയിൽ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 400 മീറ്റർ മാത്രം മാറിയാണ് നമുക്കൊരു വീട് വരുന്നത്. ഈ വീടിൻ്റെ അടുത്തുള്ള വീട്ടിൽ നമുക്ക് ആൾതാമസം വരുന്നുണ്ട്. ഈ വീട് സ്ഥിതി ചെയ്യുന്ന 4 സെൻറ്റിൽ 1350 സ്ക്വയർ ഫീറ്റിൽ 3 BHK വീടാണ്. ഈ വീടിരിക്കുന്നത് നമുക്കൊരു വില്ല കമ്മ്യൂണിറ്റിയുടെ ബാക്ക് സൈഡിലായിട്ട് വരും. അടുത്ത് കാണുന്ന വില്ല കമ്മ്യൂണിറ്റിയിൽ നമുക്ക് എല്ലാം 65-70 ലക്ഷം രൂപയുടെ വീടുകളാണ്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 42 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ഇപ്പോൾ വാങ്ങിയിട്ട് എന്തുകൊണ്ട് വെർത്തായിട്ടുള്ളൊരു വീടാണ്. ഈ ഒരു ബഡ്ജറ്റിന് നമുക്ക് മലയങ്കി ഭാഗത്തോട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് വീട് കിട്ടുള്ളൂ. ഈ വീടിൻ്റെ മുറ്റത്ത് നമുക്ക് 2 വാഹനം വരെ പാർക്ക് ചെയ്യാൻ പറ്റും. ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് വെറും 42 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ഈ വീട് ചുറ്റുള്ള വാസ്തു ബേസിലായിട്ടാണ് വടക്ക് ദർശനമാണ് വരുന്നത്. കുടിവെള്ളത്തിന് നമുക്കിവിടെ കിണർ വരുന്നില്ല, ലൈൻ കണക്ഷൻ മാത്രമാണ് വരുന്നത്. കിണറെടുക്കാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. വീടിൻ്റെ മുറ്റത്ത് നമുക്ക് 2 വാഹനം വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ഇൻ്റർലോക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് സ്ലൈഡിങ് ഗേറ്റും ഒരു ഫോൾഡിങ് ഗേറ്റും വരുന്നുണ്ട്. ഈ കാണുന്ന നമ്മുടെ കിച്ചണാണ്. കിച്ചണിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് വർക്ക് ഏരിയ എടുക്കണമെങ്കിൽ അതിനുള്ള സ്ഥലവും വരുന്നുണ്ട്. വീട് ചുറ്റുള്ള തികച്ചും കണ്ടംപററി ഡിസൈനിലാണ് 2 കളർ കോമ്പിനേഷനിലാണ് നമുക്കിവിടെ പെയിൻറ്റിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ വീട് 3 BHK ആണ്. നമുക്ക് 4 BHK ചെയ്യാൻ പറ്റും. ഒരു ബെഡ്റൂം കൂടെ എടുക്കാനുള്ള സ്പേസ് നമുക്ക് അകത്ത് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ സിറ്റ് ഔട്ടിൽ നമുക്ക് സ്പോട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ 3 ചുറ്റും അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. ഇനി നമുക്കിവിടെ ഫൈനൽ കോട്ട് പെയിൻറ്റിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഫുൾ കംപ്ലീറ്റ് ചെയ്താണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ. ലിവിങ്ങിൻ്റെ ഏരിയയും ഡൈനിങ്ങിൻ്റെ ഏരിയയും നമുക്കിവിടെ സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ലിവിങ്ങിൻ്റെ ഏരിയയിലും ഡൈനിങ്ങിൻ്റെ ഏരിയയിലും നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും വരുന്നുണ്ട്. അകത്തെ കളറൊക്കെ ഉപയോഗിക്കുന്ന ലൈറ്റ് കളറാണ്. ഈ കാണുന്നതാണ് നമ്മുടെ TV യൂണിറ്റ്. അത്യാവശ്യം വലിയൊരു TV വരെ ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയ TV യൂണിറ്റാണ് വരുന്നത്. ഇതിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 1 ബെഡ്റൂമാണ് വരുന്നത്. അങ്ങനെ മൊത്തം നമുക്കിവിടെ 3 ബെഡ്റൂമാണ് വരുന്നത്. ഈ കാണുന്നതാണ് ലിവിംഗിൽ നിന്ന് വരുന്നത് നമുക്ക് ഡൈനിങ്ങിൻ്റെ സ്പേസ്. ഡൈനിങ്ങിലോട്ട് വരുന്നിടത്ത് തന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു കബോർഡ് വർക്കിൽ പാർട്ടേഷൻ തിരിച്ചിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം വലിയൊരു ഡൈനിങ് ടേബിൾ വരെ ഇടാൻ പറ്റിയ ഡൈനിങ്ങിൻ്റെ സെക്ഷനാണ് വരുന്നത്. ഇവിടെ നമ്മുടെ വാഷ് ബേസിൻ വന്നിട്ട് ഇവിടെ നമുക്ക് മിറർ ചെയ്യാനുണ്ട്. അതേപോലെ നമുക്ക് പൈപ്പ് ഫൈനൽ കോട്ട് ഫിറ്റിംഗ്സ് എല്ലാം ചെയ്യാനുണ്ട്. ഫുൾ നമുക്ക് ഫിറ്റിംഗ്സ് എല്ലാം ചെയ്ത് ഫൈനൽ കോട്ട് പെയിൻറ്റിങ് ചെയ്ത് ക്ലീൻ ചെയ്താണ് വീട് കൊടുക്കാൻ പോകുന്നത്. 42 ലക്ഷം രൂപ ചോദിക്കുന്നത്. ഇത് നമുക്ക് നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ഇവിടെ വയറിങ്ങിന് ഉപയോഗിക്കുന്ന വി ഗാർഡാണ്. ലിവിങ് ഏരിയ എന്ന് പറയുന്നത് ഫസ്റ്റ് ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 13x11 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ 3 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. 3 ബെഡ്റൂമിലും AC പോയിന്റും 3 വാഷ്റൂമിലും നമ്മുടെ ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഈ കാണുന്നുണ്ട് നമ്മുടെ വാഷ്റൂമിലെ ഫിറ്റിംഗ്സ് എല്ലാം വന്ന് ബ്രാൻഡ് ഫിറ്റിംഗ്സ് ആണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. വാഷ്റൂമിലെ ഡോറെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ഡോറാണ് നമുക്കിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അകത്തെ ബെഡ്റൂമിലുള്ള കളറായിരുന്നാലും നല്ല ലൈറ്റ് കളറാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത് നമുക്ക് ഡൈനിങ്ങിൽ നിന്നും വരുന്ന 2ാമത്തെ ബെഡ്റൂമാണ്. ഈ കാണുന്നതാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 13x12 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 3 പാളിയുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഇത് നമുക്ക് വലിയൊരു വാഷ്റൂമാണ്. ഇവിടെ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന ബ്രാൻഡ് ഫിറ്റിംഗ്സ് ആണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. വാഷ്റൂമുകളെല്ലാം വലിയ വാഷ്റൂമാണ്. അടുത്ത ഡൈനിങ് എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണാണ്. ഈ കാണുന്നതാണ് നമ്മുടെ കിച്ചണിൽ നമുക്ക് വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. കിച്ചണിലെ കബോർഡ് വർക്കിന് ഉപയോഗിക്കുന്ന ബോർഡെല്ലാം നല്ല പ്രീമിയം ബോർഡാണ്. നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഫിറ്റിംഗ്സിന് ഉപയോഗിക്കുന്ന എല്ലാം തന്നെ ബ്രാൻഡ് ഫിറ്റിംഗ്സ് ആണ്. ഫ്ലോർ ടൈൽ വന്നിട്ട് 4x2 മാറ്റ് നല്ല ഗ്രിപ്പുള്ള ടൈലാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. കിച്ചണിൽ നമുക്ക് ബാക്ക് സൈഡിൽ വർക്ക് ഏരിയ എടുക്കണമെങ്കിൽ അതിനുള്ള സ്പേസ് വരുന്നുണ്ട്. ഈ കാണുന്ന സ്പേസിലാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ പോയിന്റ് വന്നിട്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയ എടുക്കാൻ പറ്റും. വീടിൻ്റെ 3 ചുറ്റും അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. ലിവിങ് ഏരിയ അടുത്ത് വരുന്നത് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ ആണ്. സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ് വന്നിട്ട്. ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. 2 പാളിയുടെ ഒരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ വർക്ക് ചെയ്തിരിക്കുന്ന ജിയോ പൈപ്പിൽ മാറ്റ് ബ്ലാക്ക് പെയിന്റും
വുഡിൻ്റെ ഡിസൈനാണ് വരുന്നത്. ആ കാണുന്ന സ്പേസിൽ നമുക്കൊരു സ്റ്റഡി ടേബിളോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്റ്റാൻഡോ ചെയ്യാൻ പറ്റും. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്ലെക്സ് പോയിന്റുകൾ ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കയറുന്ന സീലിംഗിൽ നമുക്ക് പർഹോള ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ ഹാള് വന്നിട്ട് അത്യാവശ്യം വലിയൊരു ഹാളാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, അതേപോലെ നമുക്ക് TV യൂണിറ്റും ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിന്റെ സൈസും 13x12 ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 2 പാളിയിൽ ഒരു കബോർഡ് വർക്കും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വാഷ്റൂമും. ഇത് നമുക്ക് വലിയൊരു വാഷ്റൂമാണ്. ഇവിടെ ഫിറ്റിംഗ്സ് ഉപയോഗിച്ചെല്ലാം ബ്രാൻഡ് ഫിറ്റിംഗ്സ് ആണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്തിട്ട് നമുക്ക് ബാൽക്കണിയാണ്. ഈ വീട് ഇപ്പോൾ വാങ്ങിയിട്ട് അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റിന് കിട്ടും. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല മൂവിങ് ഉള്ള ഏരിയയാണ്, അത്യാവശ്യം നല്ല പുരോഗമനമുള്ള ഏരിയയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ബാൽക്കണി. ബാൽക്കണി നമുക്ക് സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന സ്പേസിൽ നമുക്ക് ഒരു ബെഡ്റൂം കൂടെ അഡീഷണൽ ഒരു ബെഡ്റൂം കൂടെ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്കൊരു വാഷ്റൂമിൻ്റെ പോയിന്റും വരുന്നുണ്ട്. 3 ബെഡ്റൂം അല്ല 4 ബെഡ്റൂം വേണമെന്നുള്ളവർക്കാണെങ്കിൽ എന്തുകൊണ്ടും തികച്ചും ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. ഹാളിൽ നിന്നും അടുത്തിട്ട് നമുക്ക് ഒരു ഓപ്പൺ ടെറസാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഓപ്പൺ ടെറസ്. ഈ വീട്ടിൽ നിന്ന് നമുക്ക് പാപ്പനംകോട് ഹൈവേ വരെ പോകാൻ വെറും 4 കിലോമീറ്റർ മാത്രമേ നമുക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. ഈ സൈഡിൽ കൂടി നമുക്ക് ടെറസിലോട്ട് പോകുന്ന സ്റ്റെയർ വന്നിട്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ടെറസ്. ടെറസിലെ ടാങ്ക് വന്നിട്ട് 750 ലിറ്ററിൻ്റെ ഒരു ടാങ്കാണ് വെച്ചിട്ടുള്ളത്. ഈ കാണുന്ന ഒരു സൈലൻറ്റ് ഏരിയക്കകത്താണ് ഈ വീട് വരുന്നത്. ഈ വീടിൻ്റെ അടുത്തായിട്ട് കാണുന്ന വില്ല കമ്മ്യൂണിറ്റി, അവിടെ എല്ലാം 65-70 ലക്ഷം രൂപയുടെ വീടുകളാണ്. ആ വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് കൂടെ വരുന്ന റോഡാണ് ഈ വീട്ടിലോട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽ. ഈ വീടിലേക്ക് നമ്മുടെ തിരുവനന്തപുരത്ത് പൊറ്റയിൽ, തിരുമല പൊറ്റയിൽ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 400 മീറ്റർ മാത്രം മാറിയാണ് ഈ ഒരു വീട് വരുന്നത്. ഈ വീട് ലാൻഡ് ചെയ്യുന്ന 4 സെൻറ്റിൽ 1350 സ്ക്വയർ ഫീറ്റാണ്. 3 BHK ആണ്. വീടിൻ്റെ മുറ്റത്ത് നമുക്ക് 2 വാഹനം വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. ഈ വീട്ടിൽ കുടിവെള്ളത്തിൽ നമുക്കിവിടെ കിണർ വരുന്നില്ല, ലൈൻ കണക്ഷനാണ് ഇപ്പോൾ നിലവിലുള്ളത്. കിണറെടുക്കാൻ താല്പര്യമുള്ളവർ കിണറെടുക്കാൻ സ്ഥലമുണ്ട്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 42 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ഈ വീട്ടിൽ നിന്നും തമ്പാനൂർ പോകാൻ 10 കിലോമീറ്ററും ഇവിടുന്ന് എയർപോർട്ട് പോകാൻ 14 കിലോമീറ്ററും പാപ്പനംകോട് പോകാൻ 4 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽ. ഈ വീട് കാണാനോ ഈ വീടിൻ്റെ ബാക്കി ഡീറ്റെയിലോ കാര്യങ്ങളോ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് മറക്കല്ലേ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെങ്കിൽ ഇതേപോലുള്ള ബഡ്ജറ്റ് വീഡിയോ നമുക്ക് ഇനിയും വരാനുണ്ട്. അപ്പോൾ അടുത്ത എന്തായാലും പുതിയൊരു വില്ല പ്രോജക്റ്റ് കാണുമ്പോൾ എല്ലാവർക്കും ബൈ.